കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ തീരുമാനം നാളെ. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അന്തിമ ചർച്ച ഇന്നുണ്ടാകില്ല. കേരളത്തിൽ നിന്ന് വിളിപ്പിച്ച നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേരാണ് ഭൂരിഭാഗം പേരും നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണെന്നും പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ട പോലെ നിന്നത് അതിന്റെ തെളിവാണെന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. ജനവികാരം ഉൾപ്പെടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും വി.എം. സുധീരൻ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സംതൃപ്തി നൽകുന്നു. കേരളത്തിലെ യഥാർത്ഥ വിഷയം ജനങ്ങളുടെ വികാരം മഹാഭൂരിപക്ഷം വരുന്ന UDF പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെ ആ വികാരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് കൂടിക്കാഴ്ച അത് അവസാനിച്ചത്. എനിക്കറിഞ്ഞുകൂടാ. 1-to-1 ആയിരുന്നു ഡിസ്കഷൻ. ഞാൻ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാം പേഷ്യൻ്റായിട്ട് അദ്ദേഹം കേട്ടു. ചില കാര്യങ്ങൾ എന്നോട് സംശയങ്ങൾ ചോദിച്ചു. എന്നെ കൊണ്ടറിയുന്ന രൂപത്തിൽ അതെല്ലാം വിശദീകരിക്കുകയും ചെയ്തു. വരട്ടെ, കഴിയുന്നത്ര വേഗം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. വേഗം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ധനസുമോദ് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുമോദ്, ഇന്ന് രാത്രി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. എന്തുകൊണ്ടാണ് ചർച്ച മാറ്റിവെച്ചത്? ഒപ്പം വി.എം. സുധീരനാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയെ കണ്ടത്. സുധീരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? നമ്മളിപ്പോൾ 10 ജൻപതിലാണ് നിൽക്കുന്നത്, അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കേരളത്തിനെ സംബന്ധിച്ച് നിർണായകമായ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച നടത്തിയത്. രാവിലെ മുതൽ ആരംഭിച്ച ചർച്ചയാണ്. 11 മണിക്കാണ് രാവിലെ ചർച്ചകൾ ആരംഭിച്ചത്. ഇതിൽ മുൻ KPCC അധ്യക്ഷന്മാരായിരുന്നു ആദ്യം സംസാരിച്ചത്. അതിനുശേഷം വർക്കിംഗ് പ്രസിഡന്റുമാർ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുധീരിൽ വന്ന് നിൽക്കുമ്പോൾ സുധീരനും മറ്റു നേതാക്കന്മാരും തമ്മിലുള്ള ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മറ്റു നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് ജനവികാരം എന്നുള്ള കാര്യം അലയടിച്ചിട്ടില്ല കേരളത്തിൽ എന്നുള്ള ഒരു കണ്ടെത്തലാണ് അവർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചത്. അതിന് ആധാരമായി അവർ പറയുന്നത് ജനവികാരത്തിന് പല പ്രകടനങ്ങളും നിർത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടപ്പോൾ, നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ സ്വിച്ചിട്ട പോലെ നിർത്തി. അതിൻ്റെ അർത്ഥം ഇവരിൽ ഒരാൾ തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വി.എം. സുധീരൻ വന്ന് അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത് ജനവികാരം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയത്. അതായത് അദ്ദേഹം വി.എം. സുധീറിൻ്റെ ഒരു നിലപാട് നേരത്തെ മുൻ പ്രസിഡന്റുമാരെടുത്ത നിലപാടിനേക്കാളും വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം VD സതീശന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നതെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ആരെ പിന്തുണച്ചു എന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാര്യം രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിക്കുന്ന കാര്യം പുറത്തു പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. നേരത്തെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ റിപ്പോർട്ടുകൾ നിരവധി പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം വന്നിട്ടുണ്ട്. ജനവികാരമുണ്ട്. പല MLA-മാർക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എല്ലാവരും VD സതീശൻ അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന്. പക്ഷേ അതെല്ലാം പാടെ തള്ളിക്കളിയായിരുന്നു മറ്റു മുൻ പ്രസിഡന്റുമാരെങ്കിൽ, വർക്കിംഗ് പ്രസിഡന്റുമാരെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരുന്നു അന്തിമമായ യോഗം തീരുമാനിച്ചിരുന്നത്. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഫ്ലൈറ്റ് വൈകി പോവുകയും മാത്രമല്ല 7 മണിക്കായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അടുത്ത CBI ഡയറക്ടറെ കണ്ടെത്താനുള്ള ഒരു നിർണായക യോഗം ഉണ്ടായിരുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചീഫ് ജസ്റ്റിസ് കൂടി പങ്കെടുക്കുന്ന യോഗമായിരുന്നു. അതിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുനിൽക്കാൻ കഴിയാത്ത, ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ വിട്ടുനിൽക്കാൻ കഴിയാത്ത യോഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ന് നടത്തേണ്ടിരുന്ന യോഗം മാറ്റിവെച്ചതും അത് നാളത്തേക്ക് വന്നിരിക്കുന്നതും. വി.എം. സുധീരൻ ഇപ്പോൾ പറയുകയായിരുന്നു ഇത് പ്രഖ്യാപനം വൈകി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയത്. നാളെ 11 മണിക്ക് യോഗം ആരംഭിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് 10 രാജാജിമാർക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലായിരിക്കും യോഗം. അതിനുശേഷം ഉത്തരം കൃത്യമായി ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്.
എസ് സുമോദാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. ഏതായാലും ഇന്നുണ്ടാകില്ല പ്രഖ്യാപനം. നാളെ 11 മണിയോടുകൂടിയാണ് അന്തിമ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക.